ഹായ് ഹലോ നമസ്കാരം. പതിവ് പോലെ നമ്മൾ ഇന്നും തിരക്ക് പിടിച്ച രാവിലത്തെ സമയമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പറയുന്നത് നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നെയ്പ്പത്തലും ബീഫ് കറിയുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം പൊന്നിയരി ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ അല്പം തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് തെളി ഊറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ പിന്നെ അല്പം ചെറിയ ഉള്ളി, അതായത് ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലതായിട്ട് തന്നെ അരയണേ. അപ്പോൾ നമ്മൾ തെളിയെല്ലാം മാറ്റിയിട്ടുള്ള നമ്മളുടെ അരച്ച കൂട്ട് ഈ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തെളി ഒഴിവാക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കത് അങ്ങനെ പെട്ടെന്ന് എടുത്ത് തെളി വന്നപ്പോൾ ഞാനതെടുത്ത് ഒഴിവാക്കി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും കൂടെ ഉള്ള അരിപ്പൊടി ഇതിലേക്ക് കണക്കാക്കി ഇടണം, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു തേങ്ങയും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. ഇനി വറുക്കാത്ത അരിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പത്തലിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് കുഴച്ച് പരുവപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറോ കവറോ അങ്ങനെ ബട്ടർ പേപ്പറോ എന്ത് വേണേലും എടുക്കാം. അതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഒരു ഉരുള മാവെടുത്ത് കയ്യിലും അല്പം ഓയിൽ സ്പ്രെഡാക്കി ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഓയിൽ വെച്ചതിന് ശേഷം വേണം ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, നെയ്പ്പത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഇത് പൊള്ളച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഈ പരുവത്തിൽ പൊങ്ങി വരണം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ചോറ് ഞാൻ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ബീഫ് കറി ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എപ്പോഴും വക്ക് വിണ്ടു വരാത്ത വിധത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലതായിട്ട് തന്നെ പൊങ്ങി വരുന്ന രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളുടെ കറിയും തിളച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്, മധുരമിട്ടൊക്കെ സെറ്റാക്കി. അപ്പോൾ ബാക്കി പത്തലും കൂടെ റെഡിയാക്കണം. അതിനിടയിൽ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ സ്നാക്ക് ബോക്സൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇത് മോൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത കാരണം നേരത്തെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രേക്കേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഈ ഒരു നെയ്പ്പത്തിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറിയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ 2 നെയ്പ്പത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിനകത്തേക്ക് തരിവട്ട് റെഡിയാക്കി എടുത്തതുണ്ടായിരുന്നു അമൃതം പൊടി വെച്ചിട്ട്. അപ്പോൾ അതും ഇതിലൊരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ, കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപത്തെ സീസണിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മോളുടെ സ്നാക്ക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വെണ്ടക്ക പുളിയിട്ട കറിയാണ്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം ബീഫ് മസാലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ നെയ്പ്പത്തിലും പിന്നെ നല്ല അടിപൊളി ബീഫ് കറിയും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്